ഈ കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന വളരെ വിവാദമായിട്ടുണ്ടായിരുന്നു. ആ പ്രസ്താവന വിവാദമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തെ യഥാർത്ഥത്തിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ക്രക്സ് ആ പറഞ്ഞതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാസർഗോഡിലും അതുപോലെ തന്നെ മലപ്പുറത്തുമൊക്കെ മത്സരിച്ച് ജയിച്ചു വന്നവർ ആരാണ്, അവരുടെ പേര് കണ്ടാൽ അറിയില്ലേ എന്ന് പറയുന്ന പ്രസ്താവനക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പേര് കണ്ടാൽ അറിയില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അത് വിശദീകരിക്കുമ്പോൾ പ്രശ്നം അവിടെ തീരേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ വിചാരിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ NSSൻ്റെയും SNDPയുടെയും ഒക്കെ VD സതീശനെതിരെയും അതുപോലെ UDFിനെതിരെയും ഒക്കെ ചില പ്രസ്താവനകൾ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും പകരം ഇത്തരം ഒരു വിവാദമുണ്ടാക്കി രക്ഷപ്പെടാനുമുള്ള പല ശ്രമങ്ങളും മാധ്യമങ്ങൾ കൂടി കൂട്ടുനിന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലേക്കൊക്കെ പെട്ടുപോയിട്ടുള്ള നിരവധി യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ വിഷയം പറഞ്ഞത് ആളുകൾ സമുദായം നോക്കിയും മതം നോക്കിയും ഒക്കെ തന്നെ വർഗീയമായി വോട്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് മാത്രം ജയിക്കുകയും യഥാർത്ഥത്തിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ BJP ജയിക്കുകയും ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഒരു വർഗീയ വിഭജനത്തിലേക്ക് കേരളം നടന്നെടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുന്തവും കടച്ചക്രവും പോലെയുള്ള മറ്റു പല പ്രസ്താവനകളെയും നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരൊരു ദത്ത് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അതിലൊക്കെ തന്നെ അങ്ങേയറ്റം വില കുറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രസ്താവനയെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മതവും ജാതിയും ഒക്കെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വോട്ടെടുപ്പിലെ പ്രധാന ഘടകങ്ങളായി മാറുന്നുവെന്നും അവിടെ തന്നെ യഥാർത്ഥത്തിൽ ഞങ്ങൾ വിശ്വാസികളാണെന്നും ഞങ്ങൾ 5 നേരം നിസ്കരിക്കുകയാണെന്നൊക്കെ പറയുന്നവർക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ മതാടിസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുപ്പുകൾ മാറുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ കാസർഗോഡുള്ള വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് അഷ്റഫ് ഇടനീർ എന്നാണ്. അദ്ദേഹം തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നത് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, അവർക്ക് 3 വോട്ടുകളും കൊടുക്കണമെന്നാണ്. ഇതിനേക്കാൾ വലിയ നേതാവും ഒക്കെ നേരത്തെ തന്നെ ഈ മുസ്ലിം സമുദായത്തിന്, അതായത് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ ദീനിൽ നിന്ന് അകന്നു പോകും എന്നുമുള്ള പല കാര്യങ്ങളുമൊക്കെ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലൂടെ അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ക്രക്സ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാതെ പകരം മറ്റു പല കാര്യങ്ങളിലേക്കും ചർച്ചകൾ കൊണ്ടുപോവുകയാണ്. ഇത് കേരളത്തിൽ ആദ്യത്തെ ഒരവസ്ഥയല്ല. കേരളത്തിൽ യോഗി ആദിത്യനാഥ് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് അദ്ദേഹം മറ്റ് 3 സംസ്ഥാനങ്ങളെയും കൂടി ചേർത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരും കേരളത്തേക്ക് ചേർത്ത് വെച്ചൊരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന UPയിലാണ് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ കേരളമായി തീരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മുടെ ഇവിടെയുള്ള സാംസ്കാരിക നായകരും ചാനൽ ചർച്ചക്കാരും എല്ലാവരും കൂടി വന്നിട്ട് എന്തൊരു വിവരക്കേടാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്, എങ്ങനെയാണ് കേരളം UP ആകുന്നത്? കാരണം UPയിലുള്ള ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ സാമൂഹിക സൂചികളിലൊക്കെ കേരളം എത്രയോ മുമ്പിലാണ്, എങ്ങനെയാണ് കേരളമായി തീരും എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച് വലിയ വിദണ്ഡവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം ഫണ്ടമെൻ്റലിസത്തെക്കുറിച്ചാണ്. ഇവിടെ നിന്ന് ISISലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചാണ്. ഇവിടെ നിന്ന് വരുന്ന താലിബാൻ അനുകൂല നിലപാടുകളെക്കുറിച്ചാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള സംഘടനകളെക്കുറിച്ചാണ്. അത് ഒരാളുടെ കൈവെട്ടിയതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാം ഫണ്ടമെൻ്റലിസം വളരുമെന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ അതിനെയൊന്നും കണക്കിലെടുക്കാതെ നമ്മൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ഞാൻ കടത്തി പറയാം. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരത്തെക്കാർ BJPക്ക് 20% വോട്ട് കിട്ടി. 19% വോട്ട് കിട്ടി. 19.37%. അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ BJPക്ക് പഴയ വോട്ട് തന്നെ ഉള്ളൂ. 4 മണ്ഡലങ്ങളിലാണ് ഈ വോട്ട് കൂടിയത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് തൃശ്ശൂരാണ്, രണ്ടാമത്തേത് തിരുവനന്തപുരത്താണ്. ഈ 2 മണ്ഡലങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വ്യക്തിപരമായി പിടിച്ച വോട്ടുകളാണ്. സുരേഷ് ഗോപി തന്നെ അതിനുശേഷം വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ വോട്ടാണ്, BJPയുടെ വോട്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഒന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ BJPയുടെ വോട്ട് തന്നെയാണ്. അത് രാജീവ് ചന്ദ്രശേഖരൻ അന്ന് കുറേ കൂടി പടമുഴക്കി മത്സരിച്ചപ്പോൾ വലിയ മെച്ചം അവർക്ക് കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് കൂടാതെ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ആ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് ആറ്റിങ്ങലും
അതുപോലെ തന്നെ ആലപ്പുഴയുമാണ്. ഈ 2 മണ്ഡലങ്ങളിലും വലിയ സ്വാധീനം ഈഴവ കമ്മ്യൂണിറ്റിക്കുണ്ട്. ആ ഈഴവ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള 2 സ്ഥലങ്ങളിലും വോട്ടുകൾ കുത്തനെ BJPക്ക് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ആലപ്പുഴയെ എടുത്തു നോക്കിയാൽ നിങ്ങൾ അറിയേണ്ടത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഈഴവ കാൻഡിഡേറ്റ് യഥാർത്ഥത്തിൽ അവിടെ മത്സരിച്ചത് ഈ BJPയിൽ നിന്ന് മാത്രമാണ്. അങ്ങനെ മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ? അതിനു മുമ്പ് KS രാധാകൃഷ്ണനാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം മത്സരിക്കുമ്പോൾ 1.5 ലക്ഷം വോട്ട് കിട്ടിയെടുത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 2,97,000 വോട്ടായി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരട്ടിയായി കൂടി, കൃത്യമായി പറഞ്ഞാൽ. അപ്പം അത്തരത്തിൽ എങ്ങനെ കൂടി? ഈ മതം നോക്കി, ജാതി നോക്കി, സ്വന്തം സമുദായത്തിൽ നിന്നാണോ നോക്കി വോട്ട് ചെയ്യുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രവണതകളിലേക്ക് കേരളവും കൂടി കടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അടിത്തട്ടിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡുള്ള വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഷ്റഫ് ഇടനീർ, അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുന്ന ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാം. 5 നേരവും നിസ്കരിക്കുന്ന മുസ്ലിം മതവിശ്വാസിയായ ആൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഇനി മുസ്ലിം ലീഗിന് തന്നെ മറ്റു ചില നേതാക്കൾ നേരത്തെ തന്നെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്, നിങ്ങൾ ദീനിനോട് അകന്നു പോകും, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ദീനിനോട് അടുത്ത് നിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിനോട് അടുത്ത് നിൽക്കണം എന്ന് പറയുന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തൊരു ഏതോരണം കൂടി വായിച്ചിട്ട് നമുക്ക് തൽക്കാലം നിർത്താം. ഇതെന്തായാലും അവസാനത്തേതാവില്ല, വീണ്ടും ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിപ്പോൾ വലിയ വാർത്തയായിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്. അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളി പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഇപ്പോഴത്തെ റിപ്പബ്ലിക്കൊന്നും പോരാ, പകരം നിങ്ങൾ അറിയേണ്ടത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്കി മാറ്റണം എന്നുള്ളതാണ്, മതരാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ചിന്താഗതി. പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അതല്ല എന്നൊക്കെ പുറത്ത് പറഞ്ഞു. പക്ഷെ പുറത്ത് പറയുമ്പോഴും അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന അമീർ പറയുന്നുണ്ട്, ഈ ജനാധിപത്യം ഇതെന്നൊക്കെ നമ്മൾ തൽക്കാലം ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊന്നുമല്ല, നമ്മൾ മറ്റേ മതരാഷ്ട്രവാദക്കാർ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യവുമല്ല. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങളറിയേണ്ടത് അബു അല മൗദൂദിയുടെ പോലും സംഭാവനയല്ല. സയ്യിദ് കുത്തബിൻ്റെയൊക്കെ ഈജിപ്തിലുണ്ടായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ലോകം മുഴുവൻ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ കീഴിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച്, ശരിയ നിയമങ്ങളനുസരിച്ച് ലോകത്ത് മുഴുവൻ നിയമങ്ങൾ നടപ്പാക്കണമെന്നും അങ്ങനെ നടപ്പാക്കാത്ത നാട്ടിൽ പ്രാർത്ഥന കൊണ്ടുപോലും കാര്യമില്ലെന്നും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജമാഅത്തുകാർ പറയുന്ന അനുസരിച്ച് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പോലും വിശ്വാസികളല്ല. കാരണം അങ്ങനെ വിശ്വാസികളാണെങ്കിൽ അവരെല്ലാവരും തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പ്രയത്നിക്കണമെന്നുമാണ്. അതിൻ്റെ ഐഡിയോളജിയിലാണ് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ISIS പോലുള്ള ഭീകര സംഘടനകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേ ആളുകൾ ഇപ്പം നേരത്തെ ഞങ്ങൾക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇല്ല, മതരാഷ്ട്രവാദമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ VD സതീശനെ കൊണ്ടുകൂടി പറയിപ്പിച്ചു. പക്ഷേ അവരുടെ ഷൂറ അംഗം പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ എന്നാണ്. അതിൻ്റെ അടുത്ത വാചകം അദ്ദേഹം പറയുന്നത്, പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ ആസ്ഥാനം മദീനയായിരുന്നു, ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് സ്ഥാപിതമായത്. അതിൻ്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗതമോദി സ്വീകരിക്കുകയായിരുന്നു, തങ്ങളുടെ ഭരണാധികാരിയാക്കുകയായിരുന്നു, തങ്ങളുടെ നാടിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയായിരുന്നു, മദീനത്തുന്നബി എന്ന് പറയുന്ന പേര്. അത് ഒരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമായിരുന്നു. അവിടുത്തെ മുസ്ലിം ജനസംഖ്യ 15% മാത്രമായിരുന്നു. ചരിത്രത്തിലെ എക്കാലത്തെയും സമാനതകളില്ലാത്ത ആ റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരി ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് മുസ്ലിം ജനസംഖ്യ 4% താഴെയായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠന വിധേയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരാൾക്കും ഒരു സത്യവിശ്വാസിക്കും അതിനെ തള്ളിപ്പറയാനാവില്ല. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയാനാവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഷൂറ അംഗമാണ് അദ്ദേഹം, ആ ഷൂറ അംഗത്തിൻ്റെ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നുള്ളത് ചുരുക്കം. ഇത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് 32K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ 32,000 പേര് ഇപ്പം തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ കുറേ കൂടി കൂടുമായിരിക്കും. കേരളം എന്താണ്ട് ഒരു ഭ്രാന്താലയമാകാൻ അധിക നാൾ വേണ്ട എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. കേരളം പഴയ നമ്മൾ നേടിയിട്ടുള്ള നവോത്ഥാന പുരോഗമന ആശയങ്ങളിൽ നിന്നുള്ള തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ
പിടിച്ചു നിൽക്കാൻ വേണ്ടി പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ സജി ചെറിയാൻ പോലും ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നെങ്കിൽ അത്യന്തം ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ വിജയിച്ചിരിക്കുന്നു. സജി ചെറിയാൻ പറഞ്ഞതെന്തോ അതിനെപ്പോലും ഒരു സമുദായത്തിനെതിരാണ് എന്ന് വേണമെങ്കിൽ വരുത്തി തീർക്കാൻ കഴിയുന്നു. അതായത് 1% പോലും വോട്ടില്ലാത്ത 1%-ന്റെ 1/3 പോലും വോട്ടില്ലാത്ത വെൽഫെയർ പാർട്ടിയും അവരെ നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആരെങ്കിലും വിമർശിച്ചാൽ അത് സമുദായത്തിനെതിരാണ് എന്നുകൂടി വരുത്തി തീർക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. സൈച്ചറിയാൻ പറഞ്ഞതിലൊക്കെ ചില കുഴപ്പങ്ങൾ പറ്റി അതുകൊണ്ട് കൂടിയായിരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇത് അത്യന്തം അപകടകരമായ സ്ഥിതിയാണ്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, കാരണം ഇത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അവർ ആ സൈഡിൽ കൂടി അങ്ങോട്ട് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ലാത്ത ആളുകളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. അവരൊക്കെ എല്ലാ രാജ്യത്തും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞ് അവർക്ക് ശക്തി ഉണ്ടായപ്പോൾ അവരുടെ വിശ്വരൂപം കാട്ടി ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ കാണിക്കുന്നത് പോലെ അതുപോലെ അവർ കാണിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരേപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കേണ്ടതാണ് എന്ന നിലപാടാണ് CPM എടുത്തിട്ടുള്ളതെങ്കിൽ ആ CPMൻ്റെ നിലപാട് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ പറഞ്ഞതിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിൽ സാമുദായികമായിട്ടുള്ള സംഘടനകളിൽ പെടുന്ന ആളുകളെ നോക്കി അല്ലെങ്കിൽ വർഗീയത പറയുന്ന ആളുകൾക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. മതപരമായ കാര്യങ്ങളൊക്കെ നോക്കി ആളുകൾ വോട്ട് ചെയ്യുന്നു, സമുദായം നോക്കി വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എന്ന് സജി ചെറിയാൻ പറഞ്ഞതിന് ഞാൻ അങ്ങേയറ്റം പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിലുള്ള ചില അക്ഷരപ്പിശകുകളും വാക്കിൻ്റെ പിശകുകളും ഒക്കെ നമുക്ക് മറക്കാം.